ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. ഉമ്മ പൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കോഴിച്ചോറാണ് ആക്കുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളാണ്, ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കുകയാണ്, കറി പോലെ തന്നെ. ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്കുള്ള പൊടികളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ അടുപ്പിൽ റൈസും ഉണ്ടാക്കുന്നുണ്ട്. നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതോടെ തിളച്ച് വരുന്നുണ്ട്.
ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ജ്വല്ലറി ഷോപ്പിങ്ങിനായിട്ട് ചെമ്മണ്ണൂരിലേക്ക് പോയതാണ്. അങ്ങനെ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പോഴേക്കും പിന്നെ അവർ യൂട്യൂബറാന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് വീഡിയോസൊക്കെ വേണേൽ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവരുടെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ഇട്ടിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ സമ്മതിച്ചു. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫൊക്കെ തന്നെ. അങ്ങനെ അവിടുന്ന് അവരുടെ അടിപൊളി ഡയമണ്ട് കളക്ഷൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ വീഡിയോസൊക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഫോണിലാണ് എടുത്തത്. അങ്ങനെ അവിടുത്തെ അടിപൊളി ഡയമണ്ട് കളക്ഷൻസാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. 2 എണ്ണം, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ തട്ടിട്ടത് കൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു ഗോൾഡിൽ വരുന്നൊരു കളക്ഷനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണത്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇനിയും ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടൈം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്, ഇറാനി പോള. അന്ന് നോമ്പായിരുന്നു, മുഹറം 10-ൻ്റെ. അപ്പോൾ എൻ്റെ ബ്രദർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് നേരെ വരുന്നത്. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്ക് കരുതി നമുക്ക് വഴിയിൽ നിന്നായാലും നോമ്പ് ഉറക്കാമല്ലോ, അതിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇറാനി പോള റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിപ്പോൾ സവാള ആണ്, 2-3 സവാള എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു 2 വലിയ സവാളയാണ്, ചെറുതാണെങ്കിൽ 3 എണ്ണം വരെയൊക്കെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. ചിക്കൻ വെറും മഞ്ഞൾ, മുളക്, ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് കൈ വെച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട, കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പീസസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. ഇത് ഞാൻ വേവിക്കാതെ നേരെ ഫ്രൈ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ അങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ കടിക്കാൻ പീസസ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവിന് ആവശ്യമാണെങ്കിൽ കുരുമുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളൊന്നും ഞാൻ അധികം വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ആ ഒരു ഓയിലിൽ തന്നെ ചെയ്തെടുത്തുകൊണ്ട് അതൊക്കെ അതിൽ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, എരിവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ബാറ്ററാണ്. ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ പോളയാണെങ്കിൽ 3 എണ്ണമൊക്കെ ആക്കിയിട്ട് എടുക്കാം. 2 മുട്ടയിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് പാലുമാണ് ഞാൻ ആദ്യം ഒഴിച്ചത്. പിന്നെ 3/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 3/4 കുറച്ചിട്ടായാലും എടുക്കാം, ബാക്കി പാലാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താലും മതി. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഇത്തിരി കുരുമുളക് പൊടി എല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് 1/4 കപ്പ് പാലും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ കൺസിസ്റ്റൻസി റെഡി ആവാൻ വേണ്ടി. ഇത് ബാറ്റർ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ ആ ഒരു പാകത്തിന് ആക്കി എടുക്കുക. എന്നിട്ട് പാനിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ബാറ്റർ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ 2 മിനിറ്റ് അടിച്ച് വെച്ച് അങ്ങനെ ആയി വരും. അപ്പോൾ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ. എന്നിട്ട് അതിലേക്ക് ബാക്കി ബാറ്റർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക മുകളിലേക്ക്. ഞാൻ ആദ്യം പകുതിയാണ് ഒഴിച്ചത്, ബാക്കി പകുതി മുകളിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്യാപ്സിക്കോ മല്ലിയില എന്ത് വേണേൽ ചെയ്യാം. മല്ലിയില ഞാൻ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മസാലയിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഇറാനി പോള പെട്ടെന്ന് തന്നെ റെഡിയാവും. വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് ആ സൈഡ് ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ചിലവരൊന്നും അങ്ങനെ കുക്ക് ചെയ്യാറില്ല, നിർബന്ധമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല, ഇത് ലെങ്തി ആണെന്ന് വെച്ചിട്ടാണ്. എൻ്റെ ബ്രദർ വന്നതും സർപ്രൈസായിട്ട് ഉമ്മക്കും ഉപ്പക്കും സർപ്രൈസായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.